കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിയുകയും നിഫ്റ്റി 50 24,530 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ ഏറ്റവും അധികം കാണാൻ സാധിച്ചത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ 2% ഇടിയുകയും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് തന്നെ 2% ഇടിയുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ 24,500, 24,350 തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതേസമയം 24,850, 25,000 തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് വീക്ക് ഗ്ലോബൽ ക്യൂസ്. ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിന്നും പിന്മാറിയേക്കും എന്നുള്ളൊരു വാർത്ത വന്നതിനെ തുടർന്ന് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ റേസുമായി ബന്ധപ്പെട്ട് ചില അൺസർട്ടനിറ്റി രൂപപ്പെടുന്നുണ്ട്. ഇത് വീക്ക് ഗ്ലോബൽ ക്യൂസിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചൈനയുടെ മാക്രോ എക്കോണമിക് ഡാറ്റ വീക്കാണ്. കൂടാതെ സെമി കണ്ടക്ടർ, ചിപ്പ് എക്സ്പോർട്ടിംഗ് എന്നിവയ്ക്ക് മുകളിൽ ചൈന കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ചൈനയും US തമ്മിലുള്ള ട്രേഡ് ടെൻഷൻ അല്ലെങ്കിൽ വ്യാപാര സംഘർഷം വർദ്ധിക്കുകയാണ്. ഇതെല്ലാം ഗ്ലോബൽ ക്യൂസ് വീക്കാകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത്, യൂണിയൻ ബഡ്ജറ്റിന് മുന്നോടിയായി ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുന്ന കോഷ്യസ് അപ്രോച്ചാണ്. ഉയർന്ന റിട്ടേൺ നൽകിയതും അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഇക്വിറ്റീസിലും പല ഇൻവെസ്റ്റേഴ്സും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ പ്രകടവുമാണ്. പ്രത്യേകിച്ചും ഡിഫൻസ്, റെയിൽവേ പോലുള്ള മികച്ച റിട്ടേൺ നൽകിയ സെക്ടറിലെ സ്റ്റോക്കുകളിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറുകളിൽ വളരെയധികം പ്രകടമാണ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറുകൾ റിസ്കിയർ ആസറ്റ് ആയതുകൊണ്ട് ഈ സെക്ടറിൽ ഉയർന്ന പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ചെയ്യുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ചില ബഗ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഗ്ലോബലി മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൂലം പല IT ഡിവൈസസും ക്രാഷ് ആകുന്നുണ്ട്. ഇത് ഗ്ലോബൽ IT മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണമാകുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും പ്രവർത്തിച്ചേക്കും. നാലാമത് മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇൻഡെക്സിൻ്റെ ഉയർന്ന വാല്യൂഷൻ തന്നെയാണ്. നിഫ്റ്റി 50യുടെ 2 വർഷത്തെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് PE 21.9 ആണ്. ഇപ്പോഴത്തെ നിഫ്റ്റി 50യുടെ വാല്യൂഷൻ 23.6 ആണ്. പലപ്പോഴും നിഫ്റ്റി 50യുടെ വാല്യൂഷൻ 24 അടുത്തെത്തുമ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരാറുണ്ട്. ഈ രീതിയിലുള്ള കറക്ഷനും അല്ലെങ്കിൽ ഉയർന്ന വാല്യൂഷനിൽ എത്തുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഒരു കാരണമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഇടിഞ്ഞതും ഇപ്പോൾ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് KEI ഇൻഡസ്ട്രീസ്. KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകുകയും അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ഗ്രോത്ത് കാണിക്കുകയും ചെയ്ത കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. KEI ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ നിന്നും പുറത്തു വന്ന 2 കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമായിരുന്നു, ഹാവൽസിൻ്റെയും പോളിക്യാബിൻ്റെയും. ഈ 2 കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് KEI ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകാം മാർക്കറ്റിൽ KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. പോളിക്യാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത്. 4,829 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 4,698 കോടിയുടെ റവന്യൂവും 488 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 401 കോടി രൂപയുടെ പ്രോഫിറ്റും 651 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 583 കോടി രൂപയുടെ എബിറ്റയും 14% എബിറ്റ മാർജിൻ പ്രതീക്ഷിച്ചെടുത്ത് 12.4% എബിറ്റ മാർജിനുമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. FMEG സെഗ്മെൻറ്റിൽ പോളിക്യാബിൻ്റെ റവന്യൂ 314 കോടിയിൽ നിന്നും 385 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ ഫ്രം അതർ സെഗ്മെൻറ്റ് 182 നിന്നും 519 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. പോളിക്യാബിൻ്റെ മോശം ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് 3% ഇടിഞ്ഞിരുന്നു. പോളിക്യാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് എൻ്റയർ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ കമ്പനികളിൽ പ്രകടമാണ്. ഇവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഉയർന്ന വാല്യൂഷനിലേക്ക് എത്തുകയും ചെയ്ത KEI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായി. 5,000 രൂപ എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 20% ഡിസ്കൗണ്ടിൽ 4,000 രൂപയ്ക്കടുത്ത് ലഭ്യമാണ്. 4,000 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ടാണെങ്കിൽ കൂടിയും 3,750, 3,800 തുടങ്ങിയ സോണുകളും സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് ഹാവൽസ് ഇന്ത്യയാണ്. ഹാവൽസ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്തില്ല. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന രീതിയിലുള്ള എബിറ്റയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ എബിറ്റ മാർജിൻ ഇടിയുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഹാവൽസ് 5.20% ഇടിഞ്ഞ് 1,765 ക്ലോസിംഗ് നൽകി.
KEI ഇൻഡസ്ട്രീസ്, പോളിക്യാവ് തുടങ്ങിയ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹാവൽസിൽ വളരെ വലിയ ഇടിവ് വന്നിട്ടില്ല. 1.11 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 87.09, 52 വീക്ക് ഹൈ 1985, 52 വീക്ക് ലോ 1232. ഹാവൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ എബിറ്റ മാർജിൻ മാർക്കറ്റ് എക്സ്പെക്ടേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിസ്സായെങ്കിലും വരും സമയങ്ങളിൽ ലോയഡ് മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പല ബ്രോക്കേജ് ഏജൻസികളും അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബ്രോക്കേഴ്സും ഹാവൽസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഹാവൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് 20% വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ലോയിഡിൻ്റെ സെയിൽസിൽ 47% വർധനവും ECDയുടെ സെയിൽസിൽ 20% വർധനവുമാണ് കമ്പനി നേടിയത്. നൊമൂറയുടെ കണക്ക് പ്രകാരം ഹാവൽസിൻ്റെ ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ 20% വളർച്ചയും 26 ഫിനാൻഷ്യൽ ഇയറിൽ 17% വളർച്ചയും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നൊമൂറ ഹാവൽസിന് 1900 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഹോൾഡ് എന്ന റേറ്റിംഗും 1880 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. സമ്മർ പ്രോഡക്റ്റ് കാറ്റഗറി, സ്വിച്ച് ഗിയർ, ലൈറ്റിംഗ് തുടങ്ങിയവയുടെ സെയിൽസ് ഡിക്ലൈൻ ആയെങ്കിലും കിച്ചൺ വെയർ സെഗ്മെൻറ്റിലും ലോയഡിൻ്റെയും മികച്ച പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 1880 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. പ്രമുഖ ഡൊമസ്റ്റിക് ബ്രോക്കേജായ കൊട്ടക് സെക്യൂരിറ്റീസും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഉയർന്ന ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം ലോയഡ്സ് വരും സമയങ്ങളിൽ കമ്പനിയുടെ ഒരു ഗ്രോത്ത് ഫാക്ടറായി പ്രവർത്തിക്കും എന്നുള്ള കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ട് മൂലമാണ്. ലോയഡിൻ്റെ ബിസിനസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 13 മുതൽ 14% വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹാവൽസിൻ്റെ സ്റ്റാൻഡ് അലോൺ ബിസിനസ്സിൽ കമ്പനി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടറുകളൊക്കെ പരിശോധിച്ചാണ് പല ബ്രോക്കേജ് ഏജൻസികളും ഹാവൽസിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. 1985 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1768 ട്രേഡ് ചെയ്യുന്നു. ഹാവൽസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ 1600 മുമ്പ് സ്റ്റോക്ക് 1600 മുകളിൽ ബ്രേക്കൗട്ട് നൽകിയപ്പോഴാണ് 1985 വരെ സ്റ്റോക്ക് ഉയർന്നത്. അതുകൊണ്ട് സപ്പോർട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 1600 ഹാവൽസ് എന്ന സ്റ്റോക്കിനെ വാങ്ങാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്